ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. കവിതാ തിയേറ്ററിലാണ് നമ്മൾ നിൽക്കുന്നത്. എറണാകുളം കവിതാ തിയേറ്ററിൽ ആദ്യ ഷോ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന 9:45 ഷോയ്ക്കാണ്. എല്ലാവരും അകത്ത് കയറി ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ എന്നുള്ള ലെവലിലാണ്. ആദ്യ ഷോ ഹൗസ്ഫുള്ളോടെ തരംഗമായെങ്കിൽ രണ്ടാമത്തെ ഷോയും അതേ രീതിയിൽ തന്നെയാണ് പോകുന്നത്. നമുക്കിവിടുത്തെ തിരക്ക് ഒന്ന് കണ്ടു നോക്കാം. എന്താണെങ്കിലും ആദ്യ ദിനം തലൈവർ പൊളിക്കുകയാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അത്രത്തോളം 50 വർഷങ്ങളാവുകയാണ് രജനീകാന്ത് ഇന്ത്യൻ സിനിമയിൽ അരങ്ങേറിയിട്ട്, തമിഴ് സിനിമയിൽ അരങ്ങേറിയിട്ട് എന്ന് തന്നെ പറയാം. അതെ, മലയാളികൾക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ആരാധകർക്ക് അത്രത്തോളം പ്രിയങ്കരനായ ഇന്ത്യൻ താരമാണ് രജനീകാന്ത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ കൂലി നമുക്ക് കാണാൻ കഴിയുന്നു. അതെ, വമ്പൻ താരനിരയോടുകൂടി വന്ന ഈ ഒരു സിനിമ മികച്ച പ്രകടനമാണ് ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കുന്നത്. ആദ്യ ദിനം തന്നെ 100 കോടി കടന്നിരിക്കുന്നു പ്രീസെയിലൂടെ ഈ ഒരു ചിത്രം എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. തമിഴ് സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആദ്യ ദിന കളക്ഷൻ നേടുന്ന ചിത്രമായി മാറുന്നു. ആദ്യ വീക്കെൻഡിൽ 183 കോടിക്ക് മുകളിലാണ് സിനിമ നേടിയിരിക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. സിനിമ അത്ര രീതിയിലാണ്, അത്ര ഗംഭീരമായിട്ടാണ് പോകുന്നത്. കാമിയോ റോൾസും എല്ലാം തന്നെ മികച്ചതായി വരുന്നു. മികച്ച പ്രകടനമാണ് സിനിമയുടെ ഏറ്റവും മുഖമുദ്രയായിട്ട് പറയാനുള്ളത്. എല്ലാ താരങ്ങളും അതിഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസിലൂടെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ഈ ഒരു സിനിമ 1000 കോടി ക്ലബിലേക്ക് കയറുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരം ഈ ആഴ്ച തന്നെ കിട്ടും. ആദ്യ വീക്കെൻഡിൽ 500 കോടി അടിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മളേവരും പ്രതീക്ഷിക്കുന്ന ആ ഒരു കാര്യം. എന്താണേലും തലൈവർ 50ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ അതൊരു വലിയ സംഭവമായി മാറുന്നു. ഇത് തമിഴ്നാടല്ല, കേരളമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അത്രത്തോളം ഗംഭീരമാണ്. കേരളത്തിലെ കളക്ഷൻ തന്നെ ആദ്യ ദിനം 8 കോടിക്ക് മുകളിലാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. എറണാകുളത്തെ ഏറ്റവും വലിയ തിയേറ്ററായ എറണാകുളത്തെ കവിതാ തിയേറ്റർ, 1000-ന് മുകളിലുള്ള ആളുകൾ തിങ്ങി ഇരിക്കുന്ന ഈ ഒരു തിയേറ്റർ ഹൗസ്ഫുൾ അടിച്ചിരിക്കുകയാണ്. ഇനിയുള്ള ഷോകളെല്ലാം തന്നെ ഹൗസ്ഫുൾ എന്നുള്ള ലെവലിലാണ് ബോർഡുകൾ കാണുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്.